നമ്മൾ സിംഗിൾ നീഡിൽ പവർ മെഷീനിൽ എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാം, ഓയിലിന്റെ അളവ് എത്രയാണ് എന്നൊക്കെ നോക്കാൻ പോവാണ്. ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യണേ. നമ്മൾ കൊടുത്തിരിക്കുന്നത് ടാങ്ക് ഉണ്ട്. എല്ലാ സിംഗിൾ നീഡിലെ മെഷീനും ടാങ്ക് വരുന്നുണ്ട്. ടാങ്ക് കാണിച്ചു തരാം. ഇതൊരു പഴയ ടാങ്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഇതിന്റെ ടാങ്ക്. ഇതാണ് പുതിയ മെഷീന്റെ ടാങ്ക്. ഇങ്ങനെയാണ് വരിക. നല്ല വൃത്തിയുണ്ടാവും കാണാൻ. ഉപയോഗിച്ച ടാങ്കാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ അത് ഒരു കറുപ്പ് കളറൊക്കെ കണ്ടില്ലേ, ആകെ കറുത്ത് ഇതായിരിക്കും. ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സിംഗിൾ മീഡിയം മെഷീനിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കൂടുമ്പോഴെങ്കിലും ഓയിൽ ചേഞ്ച് ചെയ്യണം. അതായത് ഓയിൽ ലെവലപ്പ് ചെയ്യല്ല, ഓയിൽ ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ട് പുതിയ ഓയിൽ ഒഴിക്കണം. ആ ഓയിൽ റിമൂവ് ചെയ്യുന്നതിന് നിങ്ങളുടെ എല്ലാവരും ടാങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു സ്ക്രൂ കാണുന്നുണ്ട്, ബ്ലാക്ക് കളറിലൊരു സ്ക്രൂ. ആ സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് ഓയിൽ താഴോട്ട് പോകും. അപ്പോൾ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഓയിൽ എടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് എടുത്ത് തിരിച്ച് മറക്കാതെ തന്നെ ആ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ടാങ്ക് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഫുള്ളായി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് 450 മില്ലി ഓയിൽ മതി. പുറത്തുനിന്ന് ആദ്യം കമ്പനി തരുമ്പോൾ 450 മില്ലി ഓയിൽ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഇതിൽ ഒഴിക്കാം. നമ്മളിപ്പോൾ 3 മാസം കഴിയുമ്പോൾ നമ്മൾ മാറ്റണം. 3 മാസം അല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ ഓയിലായിരിക്കും നമ്മളിതിൽ ഒഴിക്കുക. ആ ഓയിൽ ഒഴിക്കാനുള്ള മാർക്കിങ് ടാങ്കിൽ കൊടുത്തിട്ടുണ്ട്, ലോ ഹൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഓയിൽ ഒഴിക്കാവും. ഓട്ടോമാറ്റിക് പമ്പിങ് ആയിട്ട് എല്ലാവരുടെയും ഓയിൽ. പിന്നെ ഓയിൽ വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ കാണുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം ടാങ്കിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടിച്ച് കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ ഓയിൽ കാണും. നമ്മളൊരു 2000-2500 സ്പീഡിലൊക്കെ അടിക്കുമ്പോഴേ വരുള്ളൂ. നമ്മൾ വളരെ സ്ലോയിൽ അടിച്ചിട്ട് ഓയിൽ വരുന്നില്ല എന്നൊന്നും മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കാം.